ഹായ് ഫണ്ടഡ് ഡേസ് എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ടോപ്പ് 10 പ്രൊഫ് ഫേമിനെ കുറിച്ച്. ആ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 10 ഫേംസിനെയും കുറിച്ചുള്ള അവരുടെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല. നമ്മളൊരു ഏതാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത്, ഏതാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്, അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ ഈ ഒരു സീരീസിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ 10 ഫേംസിന്റെയും അവരുടെ എല്ലാ പ്ലാനുകളും ഏതെല്ലാം പ്ലാനുകൾ നല്ലതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ തവണ നമ്മളെടുത്ത ആ കണ്ടന്റ് ചെയ്ത സമയത്ത് 10ാം സ്ഥാനത്തായിരുന്ന ഇക്വിറ്റി എഡ്ജ് എന്ന് പറയുന്ന ഫെയിമിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് ഒരു മെസ്സേജുകൾ വരുന്നത് ഇക്വിറ്റി എഡ്ജ് എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അല്ലാതെ നല്ല ഫെയിംസ് ടോപ്പ് 1ൽ നിൽക്കുന്ന ഫൈസിനെ കുറിച്ചല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കാറ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫെയിം ഏറ്റവും കൂടുതൽ ഓഫർ കൊടുക്കുന്ന ഒരു ഫെയിമും അതേപോലെ തന്നെ പ്രൈസ് വളരെ കുറവായിട്ടുള്ള ഒരു ഫെയിമാണ്. ആൾക്കാരെല്ലാവരും ഈ പ്രൈസിന്റെ പിന്നാലെ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കില്ല. ആ കുറഞ്ഞ പ്രൈസിന് എങ്ങനെയെങ്കിലും അക്കൗണ്ട് എടുത്തിട്ട് ട്രേഡ് ചെയ്യുക, എങ്ങനെയെങ്കിലും പേ ഔട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും. ഇതിൽ തന്നെ 4ഉം 5ഉം തവണയൊക്കെ എടുത്തിട്ടായിരിക്കും ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ആൾക്കാർ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്ക് ഈ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഈ ഇക്വിറ്റി എഡ്ജ് എങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രാറ്റജി ഒക്കെ ടെസ്റ്റ് ചെയ്യാം. നമ്മുടെ ഇമോഷണൽ പരിപാടികളെല്ലാം കറക്റ്റ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പറ്റിയ ഒരു ഫേമാണ് ഈ ഇക്വിറ്റി എഡ്ജ് എന്ന് പറയുന്നത്. ഇവർക്ക് 4 പ്ലാൻസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ലെഗസി എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട്, അതുപോലെ സ്വിഫ്റ്റ് ഉണ്ട്, ഇൻസ്റ്റന്റ് പ്ലാൻ ഉണ്ട്, ഫ്ലാഗ്ഷിപ്പ് ഉണ്ട്, അതുപോലെ 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ പ്ലാനുകളെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ഒരു ഫേമിനെ കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ അവർ എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമുക്കിവിടെ നോക്കി സെന്റ് ലൂയിസ എന്ന് പറയുന്ന ഒരു ഇവിടെയാണ് ഐസ്ലൻഡിലാണ് ഇത് ഇവർ സ്റ്റാർട്ടിങ് ഇട്ടേക്കുന്നത്. ഏതൊരു പ്രൊഫം തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ബ്രോക്കിംഗ് തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടാൻ എളുപ്പമുള്ള ഒരു സ്ഥലമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈസി പർപ്പസിലൂടെയാണ് അവർ ലൈസൻസും കാര്യങ്ങളും എല്ലാം പ്രൊഫം ഓപ്പറേഷനും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, അവരെത്രത്തോളം നമുക്ക് അവരെ വിശ്വസിക്കാം എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് ഇവരുടെ ഒരു പ്ലാനായ ലെഗസി എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിന്റെ ഇത് നോക്കാം. ഇവർ സ്റ്റാർട്ടിങ് തന്നെ 2.5 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേർക്ക് ഈ ഒരു 2.5 വെച്ചിട്ട് മിക്ക സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഫൈൽസും 2.5K വെച്ചിട്ടുള്ള അക്കൗണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർക്ക് പെട്ടെന്ന് അട്രാക്ഷൻ വരുന്നത്. ഇതിന് ഏകദേശം $24 അതിന് വരുന്നത്. നമുക്കൊരു 5K വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പാരിസൺ നടത്താം. അവരുടെ ലെഗസിയിൽ വരുന്നത് ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ അൺലിമിറ്റഡ് എന്ന് പറയുമ്പോഴും ഇൻ ആക്റ്റീവ് പീരീഡ് എന്ന് പറഞ്ഞ ഇതുണ്ടാവും. എല്ലാ ഫേംസിനും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. നമ്മൾ 30 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ചിലപ്പോൾ ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരും. എല്ലാവരും അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ അക്കൗണ്ട് ഒക്കെ എടുത്തിട്ട് കുറെ നാൾ കഴിയുമ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഒരാൾ കോൺടാക്ട് ചെയ്തോളൂ. ഒക്ടോബറിൽ എന്താ പറയാ കഴിഞ്ഞ വർഷത്തെ ഇങ്ങോട്ട് അക്കൗണ്ട് എടുത്തിട്ട ഒരാളാണ്. അപ്പൊ നിലവിൽ അക്കൗണ്ട് ഒക്കെ അടിച്ചു പോയിരുന്നു, കാരണം ഇൻആക്റ്റീവ് ആയിരുന്ന ഒരു അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ മിനിമം ട്രേഡിംഗ് ഡേയ്സ് എന്നത് 2 ദിവസം എന്ന് പറയുന്നത്, മാക്സിമം ഡെയിലി ലോസ് എന്നത് 4% വരുന്നത്. മാക്സിമം ഡെയിലി ലോസ് വളരെ കുറവാണ്. എല്ലാ അക്കൗണ്ട്സിനും 4% വരുന്നത്. അതേപോലെ തന്നെ 6% ആണ് മാക്സിമം ലോസ് വരുന്നത്. ഈ മാക്സിമം ലോസിന് ഒരു പ്രശ്നമുണ്ട്. മാക്സിമം ലോസ് ട്രെയിലിംഗ് ആണ്. അതായത് നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ലോസിന്റെ ഇത് കയറി വരുന്ന രീതിയിലാണ്. മറ്റുള്ള ഫേംസ് പോലെ നമുക്ക് ക്ലോസിംഗ് പ്രൈസ് വെച്ചിട്ടായിരിക്കില്ല ഇത് കണക്കാക്കണം. നമ്മൾ ഇന്ന് രാവിലെ ഒരു $1000 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ആ പ്രോഫിറ്റിൽ നിന്നും 6% എപ്പോഴാണോ കുറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ പ്ലാറ്റ്ഫോംസ് മെറ്റാട്രേഡർ 5 ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്. ലിവറേജ് വളരെ കുറവാണ്. ഞാൻ ഇവരുടെ എല്ലാ പ്ലാൻസും എടുത്ത് നോക്കിയപ്പോൾ ലിവറേജ് വളരെ കുറവായിട്ടാണ് തോന്നിയത്. അതൊരു ഫേം നടത്തുന്നവരെ സംബന്ധിച്ച് നല്ലതാണ്. അതേപോലെ ട്രേഡർമാരെ സംബന്ധിച്ചും അധികം ലിവറേജ് ഇല്ലാത്തതും ഒരു കണക്കിന് നല്ലതാണ്. ഇതാണ് ഒരു ലെഗസിയുടെ പ്ലാൻ പീരീഡ് ആയിട്ട് വരുന്നത്. അതേപോലെ സ്വിഫ്റ്റ് പ്ലാൻ വരുമ്പോൾ 1:30 ആയിട്ട് മാറാണ് എക്സ്പോഷർ. സ്വിഫ്റ്റിൽ 1:30 ആയിട്ട് മാറാണ്. പ്രൈസ് നമുക്ക് നോക്കുമ്പോൾ 46 വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇത് കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. സ്വിഫ്റ്റിന്റെ പ്രൈസ് 2.5K ആകുമ്പോൾ ഒന്നുകൂടി കുറഞ്ഞു. സ്വിഫ്റ്റിന്റെ പ്രൈസ് 5K ആകുമ്പോൾ $22 ആയിട്ട് കുറയുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു പ്രൈസാണ്. 5K വെച്ച് നോക്കുമ്പോൾ എല്ലാ കമ്പനികളും കോമ്പറ്റീവ് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രൈസ് 18-19 ഒക്കെയാണ്. നമുക്ക് മറ്റ് ടോപ്പ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫേംസ് ഒക്കെയാണ് $35 മുകളിലേക്ക് കണ്ടിട്ടുള്ളത്. അതേപോലെ ഇവരുടെ 10Kയും പറഞ്ഞ പോലെ നല്ല ഒന്നായിരിക്കും. അതാണ് ഇനി ഇൻസ്റ്റന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റിൽ ട്രേഡിംഗ് പീരീഡ് അൺലിമിറ്റഡ് ആണ്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് 7 days. സ്വിഫ്റ്റിന്റെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 2 days തന്നെയാണ്. ഇൻസ്റ്റന്റിൽ നമുക്ക് 7 ദിവസം അവർ ട്രേഡ് ചെയ്യണം. മാക്സിമം
മാക്സിമം ഡെയിലി ലോസ് നമുക്ക് കുറവാണ്. എല്ലാ ഇൻസ്റ്റന്റ് ഫെയിംസിനും മാക്സിമം ഡെയിലി ലോസ് കുറവായിരിക്കും. അല്ലാതെ നമുക്കത് ഒരു 10%, 8% ഒന്നും തരില്ല. മാക്സിമം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് 5% ഉള്ള ഒരു കമ്പനിയാണ്. മാക്സിമം ലോസ് ട്രെയിലിംഗ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് അറിയാതെ പോയിട്ട് അക്കൗണ്ട് എടുത്ത് പോകരുത്. ഒരു 5% ആണ്. കൺസിസ്റ്റൻസി സ്കോർ ഉണ്ട്. മറ്റ് ഇതിനൊന്നും നേരത്തെ കണ്ട സ്വിഫ്റ്റ് വരെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സംഭവമില്ല. പ്ലാറ്റ്ഫോംസ് മാസ്റ്റർ സെയിം തന്നെയാണ്. മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് 1%. അത് സിംഗിൾ ട്രേഡിലായിരിക്കും അങ്ങനെ വരാനുള്ള സാധ്യത. സേഫ്റ്റി കുഷൻ ഉണ്ട്. അതായത് നമുക്ക് പേ ഔട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 10K അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഒരു 300 മുകളിലേക്ക് എത്രയാണോ പ്രോഫിറ്റ് എടുക്കുന്നത് ആ എമൗണ്ട് ആയിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 300 എപ്പോഴും ഒരു സേഫ്റ്റി കുഷൻ ആയിട്ട് അവിടെ അവർ കീപ്പ് ചെയ്യും. ഇൻആക്റ്റീവ് റൂൾ എന്ന് പറയുന്നത് 30 days ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നേക്കുന്ന ഒരു പ്ലാനാണ് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ 2 സ്റ്റെപ്പിന്റെ 5K പ്രൈസ് എന്ന് പറയുന്നത് 60 വരുന്നുണ്ട്. അപ്പൊ അതില് 2 സ്റ്റെപ്പ് തന്നെ ഉണ്ട്. 2 സ്റ്റെപ്പിൽ തന്നെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 3 ദിവസം, മാക്സിമം ഡെയിലി ലോസ്. ഇവിടെ ഒരു പ്രത്യേകത, മാക്സിമം ഡെയിലി ലോസ് 4% കൂടി, മാക്സിമം ലോസ് ഇവർ 10% ആക്കി. അതുപോലെ തന്നെ ട്രെയിലിംഗ് ഡ്രോഡൗൺ ആയിരുന്നു കുറച്ച് നമ്മൾ നേരത്തെ കണ്ട സ്വിഫ്റ്റിലൊക്കെ, ഇൻസ്റ്റന്റിലും മറ്റ് ലെഗസിയിലൊക്കെ ട്രെയിലിംഗ് ഡ്രോഡൗൺ ആണ്. ഇവിടെ അങ്ങനെയല്ല. നോർമലി എല്ലാ ഫെയിംസ് പോലെ തന്നെ ഉള്ള ഇതാണ്. പ്രോഫിറ്റ് ടാർജറ്റ് 8%, സെക്കൻഡ് ബേസിലേക്കും. അത് നോർമലി ഉള്ള, എനിക്ക് തോന്നുന്നത് ഇതാണ് എല്ലാ ഫേംസ് ആയിട്ട് കോമ്പറ്റീവ് ആയിട്ടുള്ള പ്രൈസ്. അപ്പോൾ ഇവർക്ക് നോക്കുമ്പോൾ 5K പ്രൈസ്, 2 സ്റ്റെപ്പിന് 5K പ്രൈസ് ഭയങ്കര കൂടുതൽ ഓവർ പ്രൈസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇക്വിറ്റി എഡ്ജ് പോലുള്ള ഒരു ഫേമിന് 10% ഡെയിലി ലോസ് ഉള്ള മറ്റ് ഫേംസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എക്സ്പോർട്ടിനകത്ത് കൂടുതലുണ്ടെന്നുള്ള പ്രത്യേകത മാത്രമേ ഞാനിപ്പോൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. 60 rupees എന്ന് പറയുന്നത് 5Kക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇവർക്ക് 50K 325, ഇത് കോമ്പറ്റീവ് പ്രൈസ് ആണ്. എല്ലാവരും ചെയ്യുന്ന പ്രൈസ് തന്നെയാണ്. പക്ഷെ 5K നമുക്ക് നല്ല കോമ്പറ്റീവ് ആയിട്ടുള്ള നല്ല കമ്പനികൾ ഒരു 35 ഇതിൽ കൊടുക്കുമ്പോൾ 8% മാക്സിമം ലോസ് വരെ കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു പ്ലാൻ എടുക്കണേന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതേസമയം ലെഗസി എന്ന് പറയുന്ന പ്ലാനൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് ഇവരുടെ $32 എന്നൊക്കെ പറയുന്നത്, ഇതൊരു $18 എന്തോ കണ്ടിരുന്നു. $22 ഇവിടെ വരുന്നുള്ളൂ. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ലോസ് 8% ഉണ്ട്. ഇത് കുറച്ചും കൂടി ബെറ്റർ പ്ലാൻ ആയിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ FAQലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യാൻ മൾട്ടിപ്പിൾ ചലഞ്ചസ്. നമ്മൾ എല്ലാവരും ഒരു മെയിൽ ഐഡി വെച്ചിട്ട് തന്നെ കുറെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാക്സിമം നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റ് വരുന്നത് 80%, ഒരു കോമ്പറ്റീവ് ആയിട്ടുള്ള രീതി തന്നെയാണ്. റൂൾസ് ഓഫ് ക്വാളിഫൈഡ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്, ക്വാളിഫൈഡ് ട്രേഡേഴ്സ് അക്കൗണ്ട് റൂൾസ് സെയിം തന്നെയാണ്. ഇവാലുവേഷൻ സ്റ്റേജിലും ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് വരുമ്പോഴുള്ള എല്ലാ റൂൾസും തന്നെയാണ് ഫണ്ടഡിലേക്ക് വരുമ്പോൾ. ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് മാച്ച് ട്രേഡറും MT5 ആണ്. എക്സ്പീരിയൻസ് റിക്വയർ അത് ആവശ്യമില്ല. തേർഡ് പാർട്ടി പേയ്മെന്റ്സ് അലോ ചെയ്യില്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഞാൻ എല്ലാ KYC എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ വൈഫിന്റെ പേരിലെ കാർഡ് ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്യുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കമ്മീഷൻ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. 1 സ്റ്റെപ്പ് ക്രിപ്റ്റോ ട്രേഡിംഗ് വീക്കെൻഡിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് അലൗഡ് അല്ല. സ്ലിപ്പേജ് റെസ്ട്രിക്റ്റഡ് കൺട്രീസ് നമ്മൾ അതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പൊ അത് കുഴപ്പമില്ല. ലിവറേജ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലിവറേജ് വളരെ കുറവാണ്. 1 സ്റ്റെപ്പിലൊക്കെ 140 ഒക്കെ ഉള്ളൂ. ഫോറക്സിന് 1:40 ഉള്ളൂ, 1:30 ഉള്ളൂ. സ്വിഫ്റ്റിൽ കുറയുന്നുണ്ട്. 1:50 ഫ്ലാഗ്ഷിപ്പിൽ, 2 സ്റ്റെപ്പ് ഫ്ലാഗ്ഷിപ്പിലാണ് 1:100 ഉള്ളത്. അപ്പൊ നമ്മൾ മറ്റു കമ്പനികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പോഷർ വളരെ കുറവാണ്. അപ്പൊ പ്രൈസിൽ ചെറിയ അട്രാക്ഷൻ കുറച്ചാളും പോലെ ഉണ്ടായിരുന്ന അട്രാക്ഷൻ ഞാനിപ്പോ നോക്കുമ്പോൾ അങ്ങനെ വലിയ അട്രാക്ഷൻ ഒന്നും കാണുന്നില്ല. കുറെ പേര് എന്താണെന്നറിയില്ല, കുറെ പേര് ഇതിനകത്തേക്ക് വരുന്നുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഫേംസ് എടുക്കാം. $18, $22 കിട്ടുന്നുണ്ടെങ്കിൽ അതിലും കുറവൊക്കെ വേറെ കമ്പനികൾ കൊടുക്കുന്നുണ്ട്. $18 പേഔട്ട് നല്ല രീതിയിൽ കൊടുക്കുന്ന കമ്പനികളും കൊടുക്കുന്നുണ്ട്. മാവൻ എന്നൊക്കെ പറയുന്ന കമ്പനി $18 $16 ഒക്കെ ഉള്ളൂ. അതൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം സ്പ്രെഡ് കൂടുതലുണ്ടെന്നുള്ളൂ. ആ ഒരു കമ്പനീനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ കമ്പനി തന്നെ ഓഫർ പ്രൈസ് ഒക്കെ കിട്ടുന്ന സമയത്ത് 50% ഓഫർ ഉണ്ടാവും ഇവരുടെ. അപ്പൊ ഇത് പ്രൈസ് എല്ലാം മാറും. അങ്ങനെയൊക്കെ ഉള്ള സമയമാകുമ്പോൾ $22 ചിലപ്പോൾ $11 ചിലപ്പോൾ കിട്ടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കൂടുതൽ പേര് ഇതിനകത്തേക്ക് അട്രാക്ട് ആവുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇമോഷനും കൂടി എങ്ങനെയാണെന്ന് അറിയണം. സാധാ ഒരു MT5ന്റെ ഡെമോ എടുത്ത് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു $15 ഒക്കെ എടുത്ത് നിങ്ങളുടെ സ്ട്രാറ്റജി വർക്ക് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് അവിടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ധൈര്യമായിട്ട് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങളൊരു $100 $500 താഴെയാണ് പ്രോഫിറ്റ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിന് മുകളിലേക്കുള്ള പേയ്മെന്റ് ഒന്നും ഇവർ വലിയ രീതിയിലൊന്നും കൊടുക്കുന്നുണ്ട്. എങ്ങനെ നല്ല യൂട്യൂബിലൊക്കെ നല്ല വീഡിയോ കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറെ കംപ്ലൈൻസ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കുറെ നാൾ മുമ്പ് വരും അവർ 2000 3000 കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അവരിപ്പോ MT5 കുറച്ചാള് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ ഒരു ഫേം പിടിച്ചു നിന്നു. അതെന്തായാലും നല്ലൊരു കാര്യം തന്നെ. ആ ഒരു ഇഷ്യൂലൊന്നും ഇവർ കൂട്ടിപ്പോയില്ല.
എല്ലാവർക്കും പേ ഔട്ടൊക്കെ ഡിലേ ചെയ്തു എന്നുള്ളൂ. എന്നാലും കുറേ പേർക്കൊക്കെ ഇപ്പോഴും പേ ഔട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇവരുടെ ഡിസ്കൗണ്ടിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. നല്ല ഇടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ എൻ്റെ പേ ഔട്ട് കിട്ടിയില്ല. ഇവരൊക്കെ കുറച്ച് ആൾക്കാർ ഒരു $100 വന്ന ആൾക്കാർക്കൊക്കെ ഒരു 10, 20, 50 പേര് കുറച്ച് ചിലപ്പോൾ എണ്ണം കൂടുതലുണ്ടാവും. $100 അങ്ങനെയുള്ളവർക്ക് വരുമ്പോൾ അവർ റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താ അവർ കുറച്ച് ആൾക്കാർക്ക് മിണ്ടാതിരിക്കും. ആ പേ ഔട്ടിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പിന്നെ പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. നിങ്ങൾക്ക് നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഫേം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റീസൺസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ഒരു ടോപ്പ് 10 കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇക്വിറ്റി എഡ്ജ് ടോപ്പ് 10 പോയത്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ടോപ്പ് 9 ആയിട്ട് വന്നേക്കുന്ന കോണ്ടക്കൽ എന്ന് പറയുന്ന ഫേമിനെ കുറിച്ചാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അടുത്ത ദിവസങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടെലഗ്രാം ചാനലിലേക്ക് നമ്മൾ റിക്വസ്റ്റ് അയച്ച് നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.